ജോങ് ഉന്നുമായി ഇപ്പോഴും നല്ല ബന്ധമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നേരത്തെ ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ കിം ജോങ് ഉന്നുമായി നിരവധി ചർച്ചകൾ ട്രംപ് നടത്തിയിരുന്നു. അതേസമയം ഇത്തവണയും ഉത്തര കൊറിയയെ ആണവശക്തിയെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെയാണ് ട്രംപ് ഉത്തര കൊറിയയെക്കുറിച്ച് പ്രതികരിച്ചത്. കിം ജോങ് ഉന്നുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളത്. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഉത്തര കൊറിയ ഒരു ആണവശക്തിയാണെന്ന കാര്യവും ട്രംപ് ഓർമ്മിപ്പിച്ചു. റഷ്യയുടെയും ചൈനയുടെയും ആണവശക്തിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് നമുക്ക് ആണവായുധങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞാൽ അത് വലിയ നേട്ടമായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു. നമുക്ക് ധാരാളം ആയുധങ്ങളുണ്ട്, ശക്തി വളരെ വലുതാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുമ്പായി കടുത്ത US വിരുദ്ധ നയം നടപ്പാക്കുമെന്നും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഭരണകക്ഷിയായ വർക്കേഴ്സ് പാർട്ടിയുടെ 5 ദിവസത്തെ പ്ലീനറി യോഗത്തിലാണ് US വിരുദ്ധ നയം കടുപ്പിക്കുന്നതിനുള്ള സൂചന കിം നൽകിയത്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയെ അതിന്റെ ഷീയ നയമായി കണക്കാക്കുന്ന ഏറ്റവും പിന്തിരിപ്പൻ രാഷ്ട്രമെന്ന് കിം USനെ വിശേഷിപ്പിച്ചു. കഴിഞ്ഞയാഴ്ച കിമ്മിന്റെ സഹോദരിയും USനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. അതിനിടെ അമേരിക്ക ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസത്തിൽ പ്രതികരണവുമായി കിം എത്തിയിരുന്നു. ആണവായുധങ്ങൾ കൈവശമുള്ള ഉത്തര കൊറിയ നേരത്തെ തന്നെ അമേരിക്ക ദക്ഷിണ കൊറിയ സൈനിക അഭ്യാസത്തെ പ്രകോപനപരമായ പ്രവൃത്തിയെന്ന് വിശേഷിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. ആകസ്മികമായ ഒരൊറ്റ വെടിയിലൂടെ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയെക്കുറിച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൊറിയൻ ഉപദ്വീപിലെ രൂക്ഷമായ സ്ഥിതിഗതികൾക്ക് വഴിയൊരുക്കുന്ന അപകടകരമായ പ്രകോപനപരമായ പ്രവൃത്തിയാണിതെന്നും ഒറ്റ വെടിവെപ്പിലൂടെ ഇരുപക്ഷവും നേരിട്ടുള്ള സംഘർഷത്തിന് കാരണമായേക്കാമെന്നും ഉത്തര കൊറിയൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ടും ചെയ്തിരുന്നു. അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത ഫ്രീഡം ഷീൽഡ് 2025 അഭ്യാസം 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. മാർച്ച് 20 വരെ പരിശീലനം തുടരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. മാർച്ച് 6-ന് അമേരിക്കൻ സേനയുമായുള്ള സംയുക്ത പരിശീലനത്തിനിടെ 2 ദക്ഷിണ കൊറിയൻ വ്യോമസേനാ യുദ്ധവിമാനങ്ങൾ ഒരു ഗ്രാമത്തിൽ അബദ്ധത്തിൽ 8 ബോംബുകൾ വർഷിച്ചതിനു ശേഷമാണ് ഏറ്റവും പുതിയ പരിശീലനം. ആ സംഭവത്തിൽ സാധാരണക്കാരും സൈനികരും ഉൾപ്പെടെ 31 പേർക്ക് പരിക്കേറ്റതായി ദക്ഷിണ കൊറിയൻ സൈന്യം അറിയിച്ചു. ഉത്തര ദക്ഷിണ കൊറിയൻ രാജ്യങ്ങൾ തമ്മിൽ വർഷങ്ങളായി നല്ല ബന്ധത്തിലല്ല. കഴിഞ്ഞ വർഷം ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ ലംഘിച്ച് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു. 1950, 1953 കാലഘട്ടത്തിൽ ഇരു കൊറിയകളും തമ്മിൽ നടന്ന സംഘർഷം സമാധാന ഉടമ്പടിയിലല്ല, മറിച്ചൊരു യുദ്ധവിരാമത്തിൽ അവസാനിച്ചതിനാൽ സാങ്കേതികമായ ഇരു രാജ്യങ്ങളും ഇപ്പോഴും ശീതയുദ്ധത്തിലാണ്. ദക്ഷിണ കൊറിയയ്ക്കും അമേരിക്കയ്ക്കുമെതിരെ തന്റെ ആയുധശേഖരം ആധുനികവൽക്കരിക്കുന്നതിന് കിം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുമുണ്ട്. ഇതിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ അമേരിക്കയും ദക്ഷിണ കൊറിയയും തങ്ങളുടെ ഉഭയകക്ഷി സൈനിക അഭ്യാസം വർദ്ധിപ്പിക്കുകയും ജപ്പാനെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ത്രിരാഷ്ട്ര പരിശീലനം നടത്തുകയും ചെയ്യുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. 2018-നും 2019-നും ഇടയിൽ ട്രംപ് കിമ്മുമായി കൂടിക്കാഴ്ച നടത്തിയത് 3 തവണയാണ്. വടക്കൻ കൊറിയയുടെ ആണവ പദ്ധതി അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾക്കായിരുന്നു ഇത്. ചില ഉപരോധങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ തങ്ങളുടെ ആണവ സമുച്ചയങ്ങൾ തകർക്കാമെന്നും ഭാഗിക ആണവ നിർവ്യാപനത്തിലേക്ക് പോകാമെന്നും കിം സമ്മതിച്ചെങ്കിലും ഇത് ട്രംപ് നിരസിക്കുകയായിരുന്നു. അതോടെ നയതന്ത്ര ചർച്ചകൾക്കെല്ലാം തിരശ്ശീല വീണു. അതിനിടയിലാണിപ്പോൾ വീണ്ടും കിമ്മുമായി നല്ല ബന്ധമാണെന്ന് ട്രംപ് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ട്രംപിന്റെ അടവാണെന്നാണ് സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.